പ്രിയമുള്ളവരെ നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഏപ്രിൽ 5 ശനിയാഴ്ച രാവിലെ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇന്നിപ്പോൾ ഒരു ഓഫ് ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റപ്പോൾ ഒരു വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മളൊരു തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സമയം വരുമ്പോൾ നമ്മൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ ആ ഒരു തീരുമാനം എടുക്കുന്നത് ഒത്തിരി വൈകിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ജീവിതത്തിലെ ചില നിർണായക സമയങ്ങളിൽ എടുക്കേണ്ട ഉചിതമായ തീരുമാനങ്ങൾ വൈകുന്നതുകൊണ്ട് നമുക്കൊക്കെ ജീവിതത്തിൽ പല നഷ്ടങ്ങളും നമുക്ക് നേരിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു വീട് വാങ്ങിക്കുന്ന ഇപ്പോൾ ഓസ്ട്രേലിയയിലാണെങ്കിൽ തന്നെ നമ്മൾ ഈ റിയൽ എസ്റ്റേറ്റ് നമ്മളൊരു വീട് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അത് വാങ്ങിക്കണോ അതോ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്താൽ വില കുറയില്ലേ, അല്ലെങ്കിൽ നമുക്ക് ഈ വീട് വാങ്ങിച്ചാൽ നമുക്കത് ഒരു മോർട്ട്ഗേജ് അതൊരു ബാധ്യതയാവത്തില്ല, ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും, അങ്ങനെ പല കാര്യങ്ങൾ ചിന്തിച്ച് ഇതിൻ്റെ വരുംവരായികളെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കും തോറും പിന്നീട് നമ്മൾ 1-2 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ബഡ്ജറ്റിൽ തന്നെ ആ വീട് വാങ്ങിക്കാൻ പറ്റണമെന്നില്ല. ഒത്തിരി ഡിഫറൻസ് അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളിൽ പല ജോലി സംബന്ധിച്ചിട്ടാണെങ്കിലും കുട്ടികളുടെ കാര്യങ്ങൾ, വിദ്യാഭ്യാസം, എല്ലാ കാര്യങ്ങളിലും നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ട സമയത്ത് നമ്മളങ്ങ് ഒരു ചലഞ്ചിങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കുന്നില്ല. കാരണം നമുക്ക് പലപ്പോഴും ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വയ്ക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഇതിങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളൊരു മുമ്പോട്ടൊരു ധൈര്യപൂർവ്വം ഒരു സ്റ്റെപ്പ് വെച്ചാൽ മാത്രമേ നമുക്കത് അടുത്ത ഒരു ലെവലിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു സ്വിമ്മിങ് പഠിക്കണമെന്ന് നമുക്ക് അതിയായ ആഗ്രഹമുണ്ട്. നമ്മൾ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ കരയിൽ പോയി നിന്നിട്ട് ഇതിൻ്റെ പല ടെക്നിക്കുകളെ പറ്റി നമ്മളിങ്ങനെ വളരെയധികം ഗഹനമായി ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ആ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങുക, ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഒന്ന് ഫേസ് ചെയ്യണം. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വിമ്മിങ് ഈസി ആയിട്ട് സ്വായത്തമാക്കാൻ പറ്റും. അപ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്ന ഇത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം പല കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മളൊരു ജോലി സംബന്ധിച്ചായിക്കോട്ടെ, ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ വർഷങ്ങളായിട്ട് അവിടെ തന്നെ ചെയ്യുന്നു. നമുക്ക് കാര്യമായിട്ടുള്ളൊരു പുരോഗതിയൊന്നുമില്ല. നമ്മളിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നു, നമ്മൾ പലപ്പോഴും ഓവർ ടൈം ചെയ്യുന്നു, പൈസ ഉണ്ടാക്കാൻ നോക്കുന്നു. പക്ഷേ നമ്മളൊന്ന് മാറി ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എടുക്കുന്ന എഫേർട്ടിൻ്റെ ചിലപ്പോൾ അത്രമാത്രം ഒന്നും ഹാർഡ് വർക്ക് ഇല്ലാത്ത നഴ്സിംഗിൽ തന്നെ പല ഫീൽഡുകളുണ്ട്. ഇപ്പം നമുക്ക് പല വാർഡുകൾ മാറാൻ പറ്റും. നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു വർക്ക് അറ്റ്മോസ്ഫിയർ കിട്ടാൻ നമുക്ക് ചിലപ്പോൾ നമ്മുടെ കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള മാനേജ്മെൻറ്റും കൊളീഗ്സും ഒക്കെ ഉള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് സ്ഥായിയായി നിന്നുകൊണ്ട് നമുക്ക് അവിടെ തന്നെ ജീവിതകാലം കണ്ടിന്യൂ ചെയ്യണം. കാരണം നമുക്കൊക്കെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു മേഖലയിൽ നിന്ന് അതേ മേഖലയിൽ തന്നെയുള്ള വേറൊരു സാഹചര്യത്തിലേക്ക് മാറുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമില്ല. ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നഴ്സിംഗ് ഫീൽഡിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം നമ്മൾ ഒരു കുറഞ്ഞ എഫേർട്ട് എടുത്തുകൊണ്ട് കൂടുതൽ നമുക്ക് അധ്വാനരഹിതമായി തന്നെ നമുക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ കരിയറിൽ മെച്ചപ്പെട്ട് മുമ്പോട്ട് പോകാനുള്ള ഒത്തിരി സാഹചര്യങ്ങളുണ്ടെങ്കിൽ പോലും നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുന്നില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാഹചര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്ട്രെസ്ഫുൾ ആക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെ ബുദ്ധിപൂർവ്വം നമ്മൾ ആ സാഹചര്യങ്ങൾ കുറച്ചും കൂടെ ജീവിതത്തിൽ ഈസിനെസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നതിനെപ്പറ്റി ആലോചിക്കുക. അങ്ങനെ നമ്മുടെ ലൈഫ് കുറച്ചുകൂടി സ്ട്രെസ് ഫ്രീ ആക്കിക്കൊണ്ട് എന്നാൽ ബുദ്ധിപൂർവ്വം നമ്മൾ ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏണിങ്സിന് യാതൊരു മാറ്റമില്ലാതെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റോടു കൂടി ജീവിത സാഹചര്യം കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ഇതുപോലെയുള്ള ജീവിതത്തിലെ നിർണായകമായ പല കാര്യങ്ങളിലും തീരുമാനം എടുക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളിലും നമ്മൾ ധൈര്യപൂർവ്വം ഒരു തീരുമാനം എടുത്ത് മുമ്പോട്ട് പോവുക. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് വളരെ ബുദ്ധിമുട്ടായി തോന്നും, പക്ഷേ പിന്നീടുള്ള മുമ്പോട്ടുള്ള ഗമനം വളരെ ആയാസരഹിതമായിരിക്കും. അപ്പം എല്ലാവരും ജീവിതത്തിൽ കുറച്ചുകൂടെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ജീവിതത്തെ കുറച്ചുകൂടെ ഒരു ഫ്രീ മൈൻഡിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്കൊക്കെ ജീവിതത്തിൽ കൂടുതൽ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഒരുപക്ഷെ ഈ തോട്ട്സ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരു നല്ല മാറ്റങ്ങൾ വരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.